പുത്തികെ പൈവളികെ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പെരിയടുക്ക ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിന് പരിഹാരം തേടി പ്രദേശവാസികൾ മുറവിളി കൂട്ടുമ്പോഴും മുഖം തിരിക്കുന്ന നിലപാട് തുടരുകയാണ് അധികൃതർ. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. മലയോര ഹൈവേയുടെ ഭാഗമായ പെരിയടുക്ക ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുമ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അധികൃതർ നിഷേധാത്മക നിലപാട് തുടരുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വശങ്ങളിൽ കാടുമൂടി കിടക്കുന്നതും റോഡരികിലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകളും വൈദ്യുതി തൂണുകളുമാണ് കാഴ്ചകൾ മറച്ച് ഇവിടെ ഗതാഗതത്തിന് വെല്ലുവിളി ഉയർത്തുന്നത്. ഇത് കാരണം പ്രദേശം വലിയ അപകടത്തുരുത്തായി മാറിയിട്ടുണ്ട്. ധർമ്മത്തടുക്ക പറമുതേ ഭാഗത്തു നിന്ന് അങ്കടിമുഖർ കമ്പാർ ഭാഗത്തേക്ക് പോകുന്നവരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ തന്നെ 7ഓളം അപകടങ്ങളാണ് ഇവിടെയുണ്ടായത്. മാത്രമല്ല 2 ആഴ്ച മുമ്പ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അച്ഛനും മകനും അപകടത്തിൽപ്പെട്ട് മകൻ മരണപ്പെട്ടിരുന്നു. പിതാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെയും അപകടത്തിൽപ്പെട്ട് മറ്റൊരാൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചെറിയ അപകടങ്ങൾക്ക് കയ്യും കണക്കൊന്നുമില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. നമ്മളിവിടെ കാണുന്ന ഈ പെരിയടുക്ക എന്ന് പറയുന്നൊരു പ്രദേശമാണ്. ഇത് നമ്മളെ പുത്തിക പഞ്ചായത്തും അതുപോലെ പൈവളിക്ക പഞ്ചായത്ത് 2 ഒരു സംഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ മലയൂർ ഹൈവേ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഈ ഒരു പ്രദേശം ഒരു ആക്സിഡൻറ്റ് സോണായി ഇപ്പോൾ നിലവിലുണ്ട്. ഇങ്ങോട്ടൊന്നും സാധാരണ ധർമ്മത്തടുക്ക ഭാഗത്ത് പെർമുദ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നവർക്ക്, നമ്മളെ കമ്പാർ അങ്കടിമുഖർ പോകുന്നവർക്ക് ഈ റോഡിൽ ഈടുക്കെത്തുമ്പോൾ ശരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. റോഡ് ക്ലിയർ ഇല്ല. ഉള്ള പ്രൈവറ്റ് ബോർഡുകളും പൊതരും പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഇതിനെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈവേൻ്റെ പണിയെടുക്കുമ്പോൾ അവർ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ മാത്രം ഇപ്പം പതിവായിട്ട് ഇവിടെ ആക്സിഡൻറ്റ് സാധാരണ സംഭവിച്ചുകൊണ്ടുണ്ട്. ഗുരുതരമായ ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള ജനപ്രതിനിധികളോടും നിരന്തരമായി പറഞ്ഞിട്ടും അവരാരും ഇടപെടാൻ തയ്യാറാകാത്തത് പ്രദേശവാസികളിൽ വലിയ പ്രതിഷേധം പുകയ്ക്കുന്നുണ്ട്. യാത്രക്കായി കുട്ടികളടക്കമുള്ള നിരവധി പേരെത്തുന്ന ഇവിടെ പേരിന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇല്ലാത്തത് ഈ ജംഗ്ഷനോട് അധികൃതർ എത്രമാത്രം അവഗണന കാണിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഒരു 3-4 ആക്സിഡൻറ്റിൽ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് ഒരു അച്ഛനും മകനും 2 ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾ മകൻ മരിച്ചുപോയി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഭയങ്കര സീരിയസിലാണ് ഉള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ പറ്റി മുന്നെയും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്, ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പ്രദേശത്ത് കുറേ കുട്ടികളെല്ലാം ബസ്സിന് നിൽക്കുന്ന പതിവാണ്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്യൂൾ ഇല്ല. ഒരു അനാവസ്ഥൻ്റെ ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. പൊതുജനത്തിൻ്റെ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന അധികാരികൾ ഒന്ന് മനസ്സുവെച്ചെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളതെന്നും നാട്ടുകാരും യാത്രക്കാരും പരിതപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.